ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വിനെക്സൽ ടെക്നോളജീസ്. ഇന്ന് നമ്മൾ HC05 ബ്ലൂടൂത്ത് മൊഡ്യൂളിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പം ബ്ലൂടൂത്ത് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ വയർലെസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ബ്ലൂടൂത്ത് മൊഡ്യൂൾ. ഇപ്പോൾ വയർലെസ് കമ്മ്യൂണിക്കേഷൻ പല രീതിക്കുണ്ട്. അതിലൊന്നാണ് നമ്മൾ ഇപ്പോൾ ഷോർട്ട് റേഞ്ചിന്, അതായത് ചെറിയ ഡിസ്റ്റൻസ് ഉള്ള വയർലെസ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബ്ലൂടൂത്ത്. ഇപ്പൊ ഈ ബ്ലൂടൂത്തിന്റെ കാര്യം പറയുമ്പോൾ ഇത് മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട്. ക്ലാസിക് ബ്ലൂടൂത്തും ഉണ്ട്, BLE എന്ന് പറയും, ബ്ലൂടൂത്ത് ലോ എനർജിയും ഉണ്ട്. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിക് ബ്ലൂടൂത്ത് എന്ന് പറയുമ്പോൾ റോബസ്റ്റ് ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി ഡേറ്റാസ് അയക്കേണ്ടത് അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി ഡേറ്റ സ്ട്രീം ചെയ്യേണ്ടടുത്ത് നമുക്ക് ക്ലാസിക് ബ്ലൂടൂത്ത് ആണ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ ക്ലാസിക് ബ്ലൂടൂത്ത് യൂസ് ചെയ്യുന്ന ഡിവൈസസ് ഒക്കെ എപ്പോഴും പവേർഡ് ആയിട്ട്, അതായത് എപ്പോഴും അതിന് പവർ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിവൈസസ് ആയിരിക്കും. അന്നാ ഇപ്പോ നമ്മള് ബ്ലൂടൂത്ത് BLE യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ പവർ IoT ഡിവൈസസിലായിരിക്കും യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അവിടെ കണ്ടിന്യൂസ് ഡേറ്റ അയക്കേണ്ടാത്ത ഡിവൈസസ് ഒക്കെ കാണും. അതായത് ഈ ചെറിയ ചെറിയ ഡേറ്റ, അതായത് ഷോർട്ട് ബസ്റ്റ് ഓഫ് ഡേറ്റ എന്ന് നമ്മൾ പറയും. അങ്ങനെ ഡേറ്റ അയക്കേണ്ട ടൈമിലാണ് ബ്ലൂടൂത്ത് ലോ എനർജി യൂസ് ചെയ്യുന്നത്. അപ്പം ഈ BLE യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്താ, അത് മെയിൻലി ഞാനിപ്പോ പറഞ്ഞല്ലോ, ബാറ്ററി പവേർഡ് അല്ലെങ്കിൽ IoT ഡിവൈസസിലായിരിക്കും വേണ്ടത്. കാരണം അതിന്റെ ബാറ്ററിയിലായിരിക്കുമല്ലോ അത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ കണ്ടിന്യൂസ്ലി ഇപ്പൊ നമ്മളൊരു കൺസിഡർ ചെയ്യുക, നമ്മുടെ ഫോൺ തന്നെ കൺസിഡർ ചെയ്ത, അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് വാച്ച് കൺസിഡർ ചെയ്യും. സ്മാർട്ട് വാച്ച് നമ്മൾ എന്താണ്, ക്ലിക്ക് ചെയ്യുമ്പോഴല്ലേ, അല്ലെങ്കിൽ അതിൽ ജസ്റ്റ് ഓൺ ആക്കുമ്പോഴല്ലേ ആ ഡിസ്പ്ലേ ഓൺ ആകുന്നത്. അല്ലാത്ത ടൈമിൽ നമ്മൾ യൂസ് ചെയ്യാത്ത ടൈമിൽ എന്തായിരിക്കും, ഡിസ്പ്ലേ ഓഫ് ആയിരിക്കും. കണ്ടിന്യൂസ്ലി അത് ഓൺ ആണെങ്കിൽ എന്ത് ചെയ്യും, പവർ വേഗം പോകും. അപ്പോ BLE യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ പവേർഡ് ഡിവൈസസിലായിരിക്കും. ക്ലാസിക് ബ്ലൂടൂത്ത് ആണ് നമ്മൾ എന്താണ്, നമുക്ക് ഡേറ്റാസ് കണ്ടിന്യൂസ് ഡേറ്റ സ്ട്രീമിങ്, ഹൈ ത്രൂപുട്ട് വേണ്ടിടത്തല്ല ക്ലാസിക് ഡേറ്റ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനിയും ഈ ബ്ലൂടൂത്തിന്റെ ഇപ്പൊ HC05 എന്ന് പറയുമ്പോൾ ഒരു വെസറ്റൈൽ മൊഡ്യൂൾ ആണ്. അപ്പൊ ഇത് മാസ്റ്ററും സ്ലേവും, ഈ HC05ന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മാസ്റ്ററും സ്ലേവ് മോഡ് സപ്പോർട്ട് ചെയ്യും. അപ്പൊ അത് കാരണം നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്യാനും കണക്ഷൻസ് അക്സെപ്റ്റ് ചെയ്യാനും പറ്റും. പിന്നെ ഓൾറെഡി HC05 നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൽ കോൺഫിഗേർഡ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫിഗേർഡ് കുറച്ച് കാര്യങ്ങൾ അതിൽ കോൺഫിഗേർഡ് ആയിരിക്കും. അതായത് അതിന്റെ നെയിം, പാസ്വേഡ്, ബോർഡ് റേറ്റ് ഒക്കെ ഓൾറെഡി അതിൽ തന്നെ കാണും. അപ്പൊ നമുക്ക് മാറ്റാൻ പറ്റും. ഡീഫോൾട്ട് ആയിട്ട് ഇപ്പൊ നമ്മൾ ഈ HC05 നമ്മുടെ ഫോണിലോട്ട്, നമ്മുടെ ഡിവൈസസിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിന്റെ പാസ്വേഡ് മിക്കവാറും 1234 ആയിരിക്കും മിക്കതിന്റെ, അല്ലെങ്കിൽ 000 ആയിരിക്കും. നമുക്കിപ്പോ ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതെന്ന് പറയുന്നത് നമ്മളിപ്പോ പറഞ്ഞ 1234 എന്ന് പറഞ്ഞ പാസ്വേഡ് അത് കോൺഫിഗേർഡ് ആയിട്ട് അതിൽ കിടക്കുന്നതായിരിക്കും. പിന്നെ ഈ എന്താ HC05 അതിനൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മളിപ്പം പറഞ്ഞു, IoT ഡിവൈസസിലൊക്കെ ഡേറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാൻ, അതായത് മൈക്രോ കൺട്രോളറും നമ്മുടെ ഡിവൈസസും തമ്മിൽ എന്താണ് ഡേറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു. അതായത് നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഷോർട്ട് റേഞ്ചിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ സിംപ്ലിഫൈ ചെയ്ത് കിട്ടും. നമുക്ക് ആ ഷോർട്ട് റേഞ്ച് കമ്മ്യൂണിക്കേഷൻ എല്ലാം ഈ HC05 യൂസ് ചെയ്യാൻ പറ്റും. അപ്പോ ഇനി നമുക്ക് അതിന്റെ പിൻ ഔട്ട്സ് നോക്കാം. ഇപ്പൊ ഈ പിക്ചർ കണ്ടാൽ മനസ്സിലാകും. ഇതിന് എന്താണ് പിൻസ് തരുന്നതെന്ന് വെച്ചാൽ കീ എന്ന് പറഞ്ഞൊരു പിന്നുണ്ട്. കീ അല്ലെങ്കിൽ എനേബിൾ പിന്ന്, VCC ഉണ്ട്, ഗ്രൗണ്ട് ഉണ്ട്, പിന്നെ ഡേറ്റാസ് റിസീവ് ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനും TX-ഉം RX പിൻ ഉണ്ട്, സ്റ്റേറ്റ് പിൻ ഉണ്ട്. അപ്പൊ ഈ ഓരോ പിന്നിന്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എനേബിൾ പിൻ ആയിരിക്കും AT കമാൻഡ്സിന് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി, അത് കോൺഫിഗർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പിന്നെ. VCC നമുക്കറിയാം, അതായത് ഈ ഒരു മൊഡ്യൂളിനെ നമുക്ക് പവർ ചെയ്യണമല്ലോ. അപ്പൊ അതിനെന്ത് വേണം, VCCയും വേണം. അതിനെ ഗ്രൗണ്ട് ചെയ്യാൻ ഗ്രൗണ്ട് പിന്നും ഉണ്ട്. പിന്നെ TX പിൻ എന്ന് പറയുന്നത് സീരിയൽ ഡേറ്റ എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യാനും, RX പിൻ എന്ന് പറയുന്നത് ഈ മൊഡ്യൂളിലോട്ട് ഡേറ്റ റിസീവ് ചെയ്യാനുമായിട്ടുള്ളതാണ് പിന്നാണ് RX പിൻ. പിന്നെ സ്റ്റേറ്റ് പിൻ എന്ന് പറയുമ്പോൾ കണക്ഷൻ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ജസ്റ്റ് നമ്മുടെ ബ്ലൂടൂത്ത് ആർഡിനോ ഇന്റർഫേസ് ചെയ്തിട്ട് നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനാണെങ്കിൽ നമ്മൾ RX TX പിന്നും VCC ഗ്രൗണ്ടും യൂസ് ചെയ്താൽ മതി.
പിന്നെ ഈ ഒരു HC05-ന് മെയിൻലി 2 മോഡാണുള്ളത്. അതായത് കമാൻഡ് മോഡും ഡാറ്റ മോഡും. കമാൻഡ് മോഡ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്താണ് നമുക്ക് അതായത് ഈ കമാൻഡ് മോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ HC05-ന്റെ സെറ്റിംഗ്സ് ഒക്കെ നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നെയിം, പാസ്വേഡ്, അത് മാസ്റ്റർ ആണോ സ്ലേവ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമാൻഡ് മോഡ് വഴി നമുക്ക് എന്ത് ചെയ്യാം, കോൺഫിഗർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് കോൺഫിഗർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കീപ്പിൻ എന്താക്കണം, ഹൈ ആക്കണം. അങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ കമാൻഡ് മോഡിലാക്കുന്നത്. ഈ ഡേറ്റ മോഡ് എന്ന് പറയുന്നത് അതായത് കോൺഫിഗർ ചെയ്തിരിക്കുന്ന ഒരു ടൈമിൽ മൊഡ്യൂളിനെ നമുക്ക് എന്ത് ചെയ്യാം, നോർമൽ ഓപ്പറേഷൻ, അതായത് ഡേറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഈ ഡേറ്റ മോഡിൽ നടക്കുന്നത്. അപ്പം ഇപ്പൊ ഡേറ്റ നമുക്ക് അങ്ങോട്ട് സെൻഡ് ചെയ്യാനും പറ്റും, സീരിയലി ഡേറ്റ ഇങ്ങോട്ട് റിസീവ് ചെയ്യാനും പറ്റും, വയർലെസ് കണക്ഷൻ പോലെ. പിന്നെ നമുക്ക് എസെൻഷ്യൽ AT കമാൻഡ്സ് ഉണ്ട്. ഈ എസെൻഷ്യൽ AT കമാൻഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ AT പ്ലസ് നെയിം ഈക്വൽ ടു മൈ BT എന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് റീനെയിം ചെയ്യാനായിട്ടാണ്. അതുപോലെ തന്നെ AT പ്ലസ് PSWD എന്ന് പറയുന്നത് ഈക്വൽ ടു 5678 എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പാസ്വേഡ് ചേഞ്ച് ചെയ്ത് കിട്ടും. പിന്നെ AT പ്ലസ് റോൾ ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ സ്ലേവ് ആണ്. AT പ്ലസ് റോൾ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ അത് മാസ്റ്ററും ആയിരിക്കും. പിന്നെ ഇതിന്റെ ഒരു ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ പറയുവാണെങ്കിൽ ഇത് ബ്ലൂടൂത്ത് വേർഷൻ 2.0 പ്ലസ് എൻഹാൻസ്ഡ് ഡേറ്റ റേറ്റ് ആണ്. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ 2.4 GHz ആണ്. റേഞ്ച് 10 മീറ്റർ വരെയാണ്. പിന്നെ ഡീഫോൾട്ട് ബോർഡ് റേറ്റ് 9600 ബിറ്റ്സ് പെർ സെക്കൻഡ് ആണ്. അതായത് ഈ ഡീഫോൾട്ട് ബോർഡ് റേറ്റ് എന്ന് പറയാൻ കാരണം ഇത് പ്രീ കോൺഫിഗേർഡ് ആയിട്ട് വരുന്നതാണ് ഈ 9600. നമുക്കിപ്പോ ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഡീഫോൾട്ട് ആയിട്ട് കിടക്കുന്നത് 9600 ആയിരിക്കും. ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ 3.6 തൊട്ട് 6 വോൾട്ട് വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മളിപ്പോ ഇവിടെ അർഡിനോ യൂസ് ചെയ്യുന്നതുകൊണ്ട് അർഡിനോയിന്ന് 5 വോൾട്ട് ആയിരിക്കും നമ്മൾ ഇതിന് കൊടുക്കുന്നത്. പിന്നെ ഇന്റർഫേസ് ഇവിടെ UART ആണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഒരു അർഡിനോ ആയിട്ടുള്ള കണക്ഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഈ പിൻസ് അർഡിനോ ആയിട്ട് കണക്ട് ചെയ്യുന്ന VCC 5 വോൾട്ട് വരും നമ്മുടെ അർഡിനോയുടെ 5 വോൾട്ടിലോട്ട്. ഗ്രൗണ്ടിലോട്ട് വരും അർഡിനോയുടെ ഗ്രൗണ്ടിലോട്ട്. TX പിന്ന് RX, ഇപ്പൊ നമ്മള് ബ്ലൂടൂത്തിന്റെ ആണ് TX പിൻ എടുക്കുന്നതെങ്കിൽ അത് നമ്മുടെ അർഡിനോയുടെ RX പിന്നിലോട്ട് വരും. അതുപോലെ തന്നെ RX പിന്ന് എന്താണ് ഈ TX പിന്നിലോട്ടും അർഡിനോയുടെ TX പിന്നിലോട്ടും വരും. പിന്നെ ഡേറ്റ ഷീറ്റ് പ്രകാരം ഈ ബ്ലൂടൂത്ത് മൊഡ്യൂളിന്റെ RX പിന്ന് 3.3 വോൾട്ട് ആണെന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമുക്ക് അതായത് ചില ബ്ലൂടൂത്ത് മൊഡ്യൂളിൽ അതിന്റെ ബ്രേക്ക് ഔട്ട് ബോർഡ് ഇല്ലേ, ആ ബോർഡിൽ തന്നെ എന്താണ് ഈ വോൾട്ടേജ് ഡിവൈഡർ പോലെ കാണും. അതില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് 3.3 വോൾട്ട് ആക്കി കൊടുത്തിട്ടാണ് ഇതിലോട്ട് അർഡിനോയിലോട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്. പിന്നെ കീ എന്ന് പറയുന്ന HC05-ന്റെ കീ എന്ന് പറഞ്ഞ പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഡിജിറ്റൽ പിന്നിലോട്ടാണ് കൊടുക്കുന്നത്. യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം AT മോഡ് യൂസ് ചെയ്യുവാണെങ്കിൽ മാത്രമാണ് നമ്മളത് എടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ് നമുക്ക് ഈ HC05 നമ്മുടെ ആൻഡ്രോയിഡുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം ആൻഡ്രോയിഡ് കുറെ ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ. ഇപ്പൊ ചിലത് ബ്ലൂടൂത്ത് ടെർമിനൽ എന്ന് പറഞ്ഞ് കാണും, അല്ലെങ്കിൽ ബ്ലൂടൂത്ത് കൺട്രോളർ എന്ന് പറഞ്ഞ ആപ്പ് ഒക്കെ കാണും. അപ്പൊ ഇതിൽ കയറി നമുക്ക് എന്ത് ചെയ്യാം, ഈ HC05-നെ നമ്മുടെ ഡിവൈസുമായിട്ട് പെയർ ചെയ്തിട്ട് നമുക്ക് അപ്പൊ പെയർ ചെയ്യുമ്പോഴത്തേക്ക് പാസ്വേഡ് ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു പ്രീ ഡിഫൈൻഡ് ആയിട്ട് ഇതിന്റെ പാസ്വേഡ് 1234 അല്ലെങ്കിൽ 000 ആയിരിക്കും. അപ്പം ആ പാസ്വേഡ് നമ്മൾ അടിച്ചു കൊടുത്ത് നമ്മൾ ബ്ലൂടൂത്ത് പെയർ ചെയ്തില്ല 2 ഡിവൈസസ്. അപ്പൊ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണും ഈ HC05 നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. പെയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പൊ നമ്മൾ എന്ത് പ്രൊജക്റ്റ് ആണോ ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് ഇതില് ഈ ഫോൺ വെച്ച് കൺട്രോൾ ചെയ്യും. ഇപ്പൊ ഞാനിപ്പോ LED ഓൺ ആൻഡ് ഓഫ് ആണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ ഞാൻ എഴുതിയേക്കുന്ന പ്രോഗ്രാം 1 ഞെക്കുമ്പോൾ ഓൺ ആകണം, 0 ഞെക്കുമ്പോൾ ഓഫ് ആകണം എന്നുള്ളതാണെങ്കിൽ ആ ഡേറ്റ നമ്മൾ അതായത് നമ്മുടെ ഫോണിൽ 0 എന്നടിക്കുമ്പോഴത്തേക്കും ഓഫ് ആകും, 1 എന്നടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ LED ഓൺ ആകുന്ന രീതിയിൽ നമുക്ക് ഈ ബ്ലൂടൂത്ത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഈ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ വെച്ചിട്ട് റിയൽ ടൈം നമുക്ക് വേണമെങ്കിൽ ഇത് റീഡിങ്സ് എടുക്കാം. അങ്ങനെ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും.
പിന്നെ അഡ്വാൻസ്ഡ് കോൺഫിഗറേഷൻ എന്ന് ഞാനിപ്പോ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഞാൻ പറഞ്ഞു ഇത് എന്താണ് മാസ്റ്റർ സ്ലേവ് അങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ അങ്ങനെ ഒരു നെറ്റ്വർക്ക് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബോർഡ് റേറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് കോൺഫിഗർ ചെയ്യാൻ അതായത് നമുക്ക് സ്പെസിഫിക് മാക് അഡ്രസ്സുമായിട്ട് ഓട്ടോ കണക്ട് ചെയ്യാൻ പറ്റും. സ്റ്റേറ്റ് പിൻ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, റിയൽ ടൈം കണക്ഷന്റെ സ്റ്റാറ്റസ് ഡിറ്റക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ കോമൺ ട്രബിൾ ഷൂട്ടിംഗ് എന്ന് കൊടുത്തിരിക്കുന്നത് ചില ടൈമില് നമ്മൾ ഇത് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫോണില് ഇപ്പൊ ഞാൻ ബ്ലൂടൂത്ത് ഓൺ ആക്കി HC05 ചിലപ്പം കാണിക്കുന്നില്ലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന കേസുകളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കൊടുത്തേക്കുന്നത്. വയറിങ്സ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണം, നമ്മൾ പവർ കൊടുത്തേക്കുന്നത് കറക്റ്റ് ആണോ എന്ന് നോക്കണം. പിന്നെ AT മോഡ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ കീ പിൻ ഹൈ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ മൈക്രോ കൺട്രോളറിന്റെയും മൊഡ്യൂളിന്റെയും ബോർഡ് റേറ്റ് സെയിം ആണോ എന്നുള്ള രീതിക്ക് നമ്മൾ വെരിഫൈ ചെയ്ത് നോക്കണം. പിന്നെ മൊഡ്യൂളിന് എന്തെങ്കിലും ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ അത് എന്താ പവർ സപ്ലൈ, അതായത് ഞാൻ പറഞ്ഞു RX പിന്നെ ചില കേസിൽ 3.3 വോൾട്ട് ആയിരിക്കും നമ്മുടെ ബോർഡില്, അതായത് ബ്ലൂടൂത്ത് മൊഡ്യൂള്. അപ്പം അതിലോട്ട് നമ്മൾ ചിലപ്പോൾ ഡയറക്റ്റ് 5 വോൾട്ട് കൊടുക്കുമ്പോൾ ഡാമേജ് പറ്റുന്നതായിരിക്കും. അപ്പൊ എന്താണോ നമ്മൾ ഡിവൈസ് നോക്കുക, എന്താണ് ട്രബിൾ ഷൂട്ടിംഗ് എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കോമൺ ട്രബിൾ ഷൂട്ടിംഗ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്.